മലയാള സാഹിത്യത്തിൽ വികാരങ്ങൾക്ക് വാക്കുകൾ നൽകിയ ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവർ സ്നേഹത്തെ തുറന്നു പറഞ്ഞു. നഷ്ടത്തെ ഭയമില്ലാതെ എഴുതി. സ്ത്രീയുടെ മനസ്സിനെ സത്യസന്ധമായി ലോകത്തിൻ്റെ മുന്നിൽ വെച്ചു. അവരാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടി ജനിച്ചത് 1934 മാർച്ച് 31 കേരളത്തിലെ പുന്നിയൂർകുളം എന്ന സ്ഥലത്താണ്. VM നായർക്കും പ്രശസ്ത കവയിത്രി ബാലാമണി അമ്മയുടെയും മകളായിട്ടായിരുന്നു ജനനം. സാഹിത്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് മാധവിക്കുട്ടി വളർന്നത്. എഴുത്ത് അവരുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമായി തീർന്നു. മാധവിക്കുട്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി. ഇംഗ്ലീഷിൽ അവർ അറിയപ്പെട്ടിരുന്നത് കമലാദാസ് എന്ന പേരിലായിരുന്നു. മാധവിക്കുട്ടിയുടെ എഴുത്ത് സാധാരണമായിരുന്നില്ല. അവർ എഴുതിയത് സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെക്കുറിച്ചായിരുന്നു. പറയാൻ ഭയപ്പെട്ട സ്നേഹത്തെക്കുറിച്ചായിരുന്നു. വിവാഹത്തിനുള്ളിലെ ഒറ്റപ്പെടലിനെക്കുറിച്ചായിരുന്നു. മാധവിക്കുട്ടിയുടെ കഥകളിൽ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. ചെറിയ നിമിഷങ്ങൾ, ഓർമ്മകൾ, മനസ്സിലെ നൊമ്പരം, ഇവയൊക്കെയാണ് വലിയ കഥകളായി മാറുന്നത്. അവരുടെ സ്ത്രീ കഥാപാത്രങ്ങൾ മൗനത്തിലൂടെ വേദന പറയുന്നവരാണ്. അവരുടെ എഴുത്ത് വളരെയധികം വിമർശിക്കപ്പെട്ടു. അത് അതിര് കടക്കുന്നു എന്ന് പലരും പറഞ്ഞു. പക്ഷെ മാധവിക്കുട്ടി ഒരിക്കലും പിന്നോട്ട് പോയില്ല. ഞാൻ എഴുതുന്നത് എൻ്റെ സത്യമാണ്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവർ കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ചു. അവരുടെ ജീവിതം പോലെ അവരുടെ എഴുത്തും സത്യസന്ധവും ധൈര്യപൂർണവുമായിരുന്നു. 2009 മെയ് 31 മാധവിക്കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അവരുടെ വാക്കുകൾ ഇന്നും ജീവിക്കുന്നു. സ്ത്രീയുടെ വേദനയും സ്വപ്നങ്ങളും ഇന്നും അവരുടെ കഥകളിലൂടെ ശ്വാസം വിടുന്നു. മാധവിക്കുട്ടി ഒരു കഥാകാരി മാത്രമല്ല, അവർ ഒരു കാലഘട്ടത്തിൻ്റെ സ്വരമായിരുന്നു. പറയാൻ ധൈര്യമില്ലാത്ത വികാരങ്ങൾക്ക് വാക്കുകൾ നൽകിയ ഒരു സ്ത്രീ. അതുകൊണ്ടാണ് മാധവിക്കുട്ടി ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നത്.